was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great. I like you, I can't wait. Hi friends, നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേറ്റ് ഓഷ്യൻ റോഡിലൂടെ ഒരു ഡ്രൈവാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി യാത്ര തുടങ്ങി. നമ്മളെ ബെല്ലറാറ്റിൽ നിന്ന് ജീലോങ്ങിലേക്ക് എത്തി. ഇവിടെ നിന്നാണ് നമ്മളുടെ ശരിക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ ഓടിച്ചു നമ്മൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനിയാണ് നമ്മളുടെ ശരിക്കുള്ള യാത്ര തുടങ്ങുന്നത്, ഗ്രേറ്റ് ഓഷ്യൻ റോഡ്. അപ്പോൾ നമ്മളുടെ കൂടെ ഒരു ഫാമിലി കൂടി യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അയർലൻഡിലെ ഫ്രണ്ട്സ് ആയിട്ടുള്ള എൽസയുടെയും സോണിയുടെയും അനിയത്തിയാണ് സോജിയുടെ ഹസ്ബൻഡ് സുമേഷും. അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതല്ലേ പിള്ളേര് ഓൾറെഡി കളിയൊക്കെ തുടങ്ങി എൻ്റെ മേളിൽ കയറിയിട്ട്. അപ്പോൾ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് എന്ന് എഴുതിയേക്കുന്ന ആർച്ച് ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ ഇഷ്ടംപോലെ കാർ പാർക്കിംഗ് ഉണ്ട്. ഈ കാർ പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി നിർത്തിക്കണമെങ്കിൽ ഒരു ചെറിയൊരു ആക്സസ് ഉണ്ട് നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ റോഡിൻ്റെ സൈഡിൽ ഒരു ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി നമുക്കിവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഗ്രേറ്റ് ഓഷ്യൻ റോഡിൻ്റെ ആ ഒരു ആർച്ച്, അതുപോലെ തന്നെ ഇവിടെ ഇത് കണ്ടില്ലേ, നമുക്ക് ഈ വഴി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ബീച്ചിലേക്ക് എത്താം. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയേട്ടാ. അല്ല, അത്യാവശ്യം ടേബിളും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഒരു ചെറുതല്ല, ഒരു ഹോഴ്സിൻ്റെ സ്റ്റാച്ചു എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നത് മന്തിയാണേ, ചിക്കൻ മന്തി. അതുപോലെ തന്നെ നമ്മൾ മയോണൈസ് കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ മാംഗോ ജ്യൂസ്, ഡിസ്പോസിബിൾ പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ വെള്ളം. നല്ല വെയിലുള്ള സമയമാണേ, സമയം 2 മണി കഴിഞ്ഞു. എന്നാൽ തണുപ്പുണ്ട്, 17 ഡിഗ്രിയാണ്. അത്യാവശ്യം നല്ല കാറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തണുപ്പ് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കുകയായിട്ടാ. ഓസ്ട്രേലിയയുടെ തെക്ക് കിഴക്കൻ തീരത്ത് വിക്ടോറിയൻ പട്ടണങ്ങളായ ടോർക്വേയും അലക്സ്ഫോർഡിനും ഇടയിൽ ഓസ്ട്രേലിയൻ ദേശീയ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 240 കിലോമീറ്റർ റോഡാണ് ഗ്രേറ്റ് ഓഷ്യൻ റോഡ്. 1919നും 1932നും ഇടയിൽ തിരിച്ചെത്തിയ സൈനികർ നിർമ്മിച്ചതും 1-ാം ലോക മഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികർക്കായി സമർപ്പിച്ചിരിക്കുന്നതുമായ ഈ റോഡ് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധ സ്മാരകമാണ്. തീരത്തെ വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളിലൂടെ വളഞ്ഞു പുളഞ്ഞ് 12 അപ്പസ്തോലന്മാരുടെ ചുണ്ണാമ്പുകല്ല് ശേഖരം ഉൾപ്പെടെ നിരവധി പ്രധാന ലാൻഡ്മാർക്കുകളിലേക്ക് പ്രവേശനം നൽകുന്നു. റോഡ് ഒരു പ്രധാന വിനോദസഞ്ചാര ആകർഷണമാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ 12 അപ്പോസ്റ്റൽസിൽ എത്തിയിട്ടോ. വണ്ടി ഇവിടെ ബാക്കിൽ പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ 12 അപ്പോസ്റ്റൽസ്, അതായത് നമ്മളുടെ ബീച്ചിൻ്റെ സൈഡിലേക്ക് നടക്കാൻ വേണ്ടി പോവാണേ. ഡോർ ക്ലോസ് ചെയ്തോളാം ഞാൻ.
ആ കാണുന്നതാണ് 12 അപ്പോസ്റ്റൽസ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനെ ഓരോ പാറകളിൽ പൊങ്ങി നിൽക്കുന്നുണ്ട് അറ്റം കുറച്ചപ്പുറത്തേക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കടലിൽ നിന്ന് വളരെ ഹൈറ്റിലാട്ടോ. ശരിക്കും നമുക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ എത്രത്തോളം നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുന്നറിയില്ല, പക്ഷെ ഭയങ്കര ഹൈറ്റാണ് ഈ സംഭവം. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ട്രാക്കിലൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ബാക്ക്ഗ്രൗണ്ടായിട്ട് അപ്പോസ്റ്റോൾസിനെ വെച്ചിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് 12 അപ്പോസ്റ്റൽസ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു ലൊക്കേഷനിലേക്ക് വന്നേക്കോണേ. നമ്മൾ ആദ്യം പോയത് ആ ഭാഗത്താട്ടോ, ആ ഭാഗത്ത്. അവിടെ നിന്ന് നമ്മൾ നടന്ന് ആ ട്രാക്കിലൂടെ നടന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നേക്കോണേ. ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം ഒരു 6-7 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റ് ഉണ്ടാവും കേട്ടോ ഓരോ അപ്പോസ്റ്റൽസിൻ്റെ. ഇതുണ്ടല്ലേ, 1, 2, 3, 4 അങ്ങനെ 12 എണ്ണം ഉണ്ട് മൊത്തത്തിൽ. നമ്മളങ്ങനെ യാത്രകളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയണ്ട. വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം പിള്ളേർക്ക് കുറച്ച് കമ്പിത്തിരി കൊടുത്തിട്ടുണ്ട്, അത് കത്തിക്കാൻ വേണ്ടി പോകണം. നെയ്വിൽ കാണിച്ചേ ആണോ? നെയ്വിൽ വാവ്, പിങ്ക് കമ്പിത്തിരി. ബേബി കാണിച്ചടി നിന്റെ കമ്പിത്തിരി എവിടെ? Wow, it's pink color. As a baby with a green color.